ഈ വിഷയം ഒരു സ്ത്രീ പുരുഷ ദ്വന്ദ്വത്തിന്റെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ രണ്ട് വിഭാഗങ്ങളുണ്ട്, ജെൻഡറുകളാണ് എങ്കിലും ഇവർ തമ്മിലുള്ള കുഴപ്പത്തിന്റെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സംഘർഷത്തിന്റെ വിഷയമാക്കിയാണോ അവതരിപ്പിക്കേണ്ടത്? എന്ത് തോന്നുന്നു? ഒട്ടും അവയല്ല അങ്ങനെയല്ല അവതരിപ്പിക്കേണ്ടതെന്ന് ഈ പറയുന്ന രാഹുൽ ഈശ്വറിന് പോലും അറിയാം. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ, ബോബി ചെമ്മണ്ണൂറിനെ അദ്ദേഹം ഒട്ടും തന്നെ ന്യായീകരിക്കുന്നില്ല. അത് ന്യായീകരിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള മറ്റ് പലരും ഇതൊരു സ്ത്രീ പുരുഷ വിഷയമായിട്ട് അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളായിട്ട് ബോബി ചെമ്മണ്ണൂറിനെ പ്രതിനിധീകരിക്കാൻ നോക്കുന്നത്. അതിൽ പരം ഒരു മോശം ആണുങ്ങൾക്ക് വരാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന ഇതുപോലുള്ള ആ ഓർഗനൈസേഷന്റെ പേര് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല. അതിനോട് ഉപമിച്ച് ഫെമിനിസത്തിനെ പറയാൻ പോലും സാധ്യമല്ല. വീണ്ടും രാഹുൽ ഈശ്വർ പല ചർച്ചകളിലും ഫെമിനിസ്റ്റുകളെയും ഫെമിനിസത്തിനെയും തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ടെന്ന് ഞാൻ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫെമിനിസം എന്ന് പറഞ്ഞാൽ തുല്യതയ്ക്ക് വേണ്ടി, അത് സ്ത്രീ മേൽക്കോയ്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമല്ല, ഒരു മൂവ്മെന്റുമല്ല, അത് തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മൂവ്മെന്റാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും മറ്റ് എല്ലാ ജെൻഡറിലുള്ള മനുഷ്യർക്കും തുല്യത കിട്ടണമെന്ന് വിശ്വസിക്കുന്ന ഒരു മൂവ്മെന്റ് ആണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിദ്ധാന്തമാണെന്നും കൂടെ രാഹുൽ ഈശ്വർ മനസ്സിലാക്കണം. ബാക്കി കണ്ടോണ്ടിരിക്കുന്നവരും ഇത് മനസ്സിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇനിയെങ്കിലും പോയി തെറ്റ് പറയരുത്. രാഹുൽ ഈശ്വർ അത് ഇനി പറയുമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനത് പറയുന്നത്. ഇതുപോലെ നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞു, ഒരു ഫെമിനിസ്റ്റ് പോലും നിവിൻ പോളിയുടെ വ്യാജ കംപ്ലൈന്റ്, അത് ഇപ്പോഴും നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വ്യാജ കംപ്ലൈന്റിനെതിരെ പരാതിപ്പെട്ടില്ലെന്ന്. എന്നാൽ എനിക്കറിയാവുന്ന മിക്ക ഫെമിനിസ്റ്റുകളും ഈ ഹേമ കമ്മീഷന്റെ വെളിപ്പെടുത്തലുകൾ, ഹേമ കമ്മീഷൻ പബ്ലിഷ് ആയതിന് പിന്നെ വന്നുള്ള വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ് എല്ലാവരും തന്നെ കെവിയറ്റുകൾ വെച്ച് തന്നെയാണ് ഇതിനോട് കൂടെ വ്യാജ പരാതികൾ വന്നേക്കാം, ആ വ്യാജ പരാതികളെയും പുഴുക്കുത്തുകളെയും തിരിച്ചറിയണം, അതിനെ നിരുത്സാഹപ്പെടുത്തണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഇവിടെ സോഷ്യൽ മീഡിയ പ്രസൻസ് ഉള്ള എല്ലാ ഫെമിനിസ്റ്റുകളും പോസ്റ്റ് ഇട്ടത്. മിക്ക ചർച്ചകളിലും വന്ന ഫെമിനിസ്റ്റുകൾ എല്ലാം തന്നെ പറയുകയുണ്ട് വ്യാജ പരാതികൾ വരാനുള്ള സാധ്യതകളുണ്ടെന്നും ഇതിനെ തിരിച്ചറിയണമെന്ന് പറഞ്ഞത്. അതിങ്ങനെ ഈ കാടടച്ച് ഇങ്ങനെ വെടിവെക്കുന്ന ഒരു സ്വഭാവം പണ്ടേ ഇങ്ങനെ ഉള്ളവർക്ക് ഉള്ളതാണ്. കാരണം അവർക്ക് പുരോഗമനപരമായിട്ട് ഒന്നും തന്നെ സമൂഹത്തിന് മുന്നോട്ട് വെക്കാനില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ കോടതി വിധി വന്നതിൽ. ഇന്ന് ഒരു വാക്കുപോലും രാഹുൽ ഈശ്വർ പല ഇന്ന് വരെയുള്ള എല്ലാ ചർച്ചകളിലും ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ ഈശ്വർ ഇന്ന് ഒരു വാക്കുപോലും അതിനെക്കുറിച്ച് പറയാത്തതിൽ രാഹുൽ ഈശ്വർ നല്ല കുട്ടി ആയതിലുള്ള സന്തോഷം. അതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് കൂടുതൽ കുഴപ്പമുണ്ടാക്കുന്ന